ഫാമിലി ലൈഫും കലാജീവിതം ഇത് രണ്ടും ഈക്വലി കൊണ്ടുപോകുന്നത് ഒരു സ്ത്രീക്ക് വേണ്ട ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. പലപ്പോഴും നമ്മൾ സമയമില്ല അല്ലേ, വലിയ ടാസ്ക് ആണ്. പലപ്പോഴും നമ്മൾ സമയമില്ല നമുക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കും നമ്മുടെ കലയെ. അപ്പൊ അങ്ങനെ ചെയ്യാതെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഇന്ന് ലിജ ഇവിടെ ഇരിക്കുന്നത്. സോ എങ്ങനെയാ ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും കുടുംബം തന്നെയാണ് ഒരു പ്രോത്സാഹനം. ഹസ്ബൻഡ് നല്ല പ്രോത്സാഹനമാണ് ചിത്രത്തിലും നൃത്തത്തിലും. ഈ നൃത്തം നല്ല സജീവമാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് ഹസ്ബൻഡിനെ കൊണ്ട് തന്നെയാണെന്ന് പറയാം. കാരണം കൊണ്ടുപോകണല്ലോ, ഓരോ വേദികളിലും കൊണ്ടുപോകണല്ലോ. അപ്പൊ കൊണ്ടു നടക്കും. അത് തന്നെയാണ് നമ്മളുടെ ഊർജ്ജം. അദ്ദേഹം വന്നിട്ടുണ്ടോ? ഉണ്ട്. നമുക്ക് എന്തായാലും ഫാമിലി കൂടെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇതാണ് ലിജയുടെ ഹസ്ബൻഡ്. പേര് പറയൂ ചേട്ടാ. പേര് ദിനൂപ്. ദിനൂപ്, അതെ ദിനൂപ്. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നാട്ടില്, വീട്ടില്? വൈഫിന്റെ ഈ കലാപരമായിട്ടുള്ള ജീവിതം പേഴ്സണലി എൻജോയ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അംഗീകാരങ്ങൾ കിട്ടുമ്പോഴൊക്കെ സന്തോഷം. സന്തോഷം. ചേട്ടന് അങ്ങനെ എന്തെങ്കിലും വരയ്ക്കുക, പാടുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ചെണ്ട കൊട്ടും. അത് വലിയൊരു കലയാണ്. ചെണ്ട കൊട്ടും ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യമല്ലേ. പക്ഷെ ഇപ്പൊ കുറച്ച് ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണോ? അതെ. അതുകൊണ്ട് ആൻഡ് അതായത് കൂട്ടുകാരും അവരൊക്കെ വൈഫിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് അവരെന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്? നല്ല അഭിപ്രായം തന്നെയാണ്. നല്ല അഭിപ്രായം തന്നെയാണ്. ആൻഡ് നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? ലവ് കം അറേഞ്ച്. അപ്പൊ ആ സമയത്ത് തന്നെ ലിജ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എനിക്ക് ഇതാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അപ്പൊ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നോളണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഡിമാൻഡ് വെച്ചിരുന്നോ? അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. കൊണ്ടുപോകണം, ഡാൻസ് ഒരു കഴിവല്ലേ, അപ്പം ലൈഫ് ലോങ് കൊണ്ടുപോകണം ഇങ്ങോട്ടേക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതലും സാധാരണ പുറമെ ചിത്രത്തിനാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുക. നമുക്ക് ഡാൻസ് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്ത് ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. അപ്പൊ ആ സമയത്ത് ആ വെയിറ്റേജ് ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് പറ്റി എന്നുള്ളതാണ്. ഇതിന് കൂടുതൽ പ്രോത്സാഹനം തരും ഡാൻസിന്. കറക്റ്റ്. അങ്ങനെ നിങ്ങളുടെ ഫാമിലി ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ആൻഡ് ഇത് നിങ്ങളുടെ കുഞ്ഞുമകൻ അല്ലേ? അതെ. മോന്റെ പേര്? ഹായ്. അയ്യോ വേണ്ട, മൈക്ക് വേണ്ട, അച്ഛൻ പറഞ്ഞോളൂ. മോന്റെ പേരെന്താണ്? ചിന്മയി എന്നാണ് പേര്. ചിന്മയി. ഇനി കൂടെ വന്നിരിക്കുന്നത് അമ്മയാണ്. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അമ്മയുടെ പേര് പറയൂ. എന്റെ പേര് ബിന്ദു. അമ്മ എങ്ങനെയായിരുന്നു കുഞ്ഞിലെ മുതല് എല്ലാത്തിനും ഇങ്ങനെ കൊണ്ട് നടക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നോ? അത് അമ്മ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്. സമയം ഉണ്ടായിരുന്നു കൊണ്ടുപോകാൻ. അപ്പൊ കൊണ്ടുപോകും. അപ്പൊ അതായത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ലിജ വരുമ്പോ അമ്മ എപ്പോഴെങ്കിലും അത് വേണ്ട, നമുക്ക് ഇത് വേണ്ട, ഇത്ര മതി, അങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ചില സമയത്തൊക്കെ പറയേണ്ടതുണ്ട്, സാമ്പത്തികമായി. പ്രത്യേകിച്ച് യൂത്ത് ഫെസ്റ്റിവലിന് കൊണ്ടുപോകുമ്പോൾ. കലോത്സവത്തിന് അധികം പങ്കെടുത്തിട്ടില്ല, കൂടുതലും ചിത്രരചനാ മത്സരത്തിന് തന്നെയാണ് പോയിട്ടുള്ളത്. അമ്മ തന്നെയാണ് ആദ്യ ഗുരുനാഥ ചിത്രത്തില്. അടിപൊളി. അപ്പൊ രണ്ടുപേരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. അപ്പൊ ലിജ പറയൂ, ഇന്ന് ഒരു വെറൈറ്റി പെർഫോമൻസ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നുള്ളൊരു ഇങ്ങനെ ന്യൂസ് ഞാൻ പുറത്തുനിന്ന് കേട്ടു. പക്ഷെ എന്താണ് ഈ വെറൈറ്റി പെർഫോമൻസ് എന്നുള്ളത് അറിഞ്ഞില്ല. എന്താണ് സംഭവം? വെറൈറ്റി പെർഫോമൻസ് ഡാൻസ് പ്ലസ് പെയിന്റിംഗ് ഡാൻസ് ആണ്. പെയിന്റിംഗ് ഡാൻസ്. അതിന് ഞാനൊരു പേര് പെയിന്റ് ചെയ്യുന്നുള്ളതാണ്. അതെ. ഗംഭീരം. അപ്പോൾ അതിന് ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്, വരയും നടനവും ചേർന്ന് വരനടനം. ഓ അത് ശരി, അതൊരു പുതിയ കോൺസെപ്റ്റ് ആണ്, വരനടനം. വേറെ ഇതുപോലെ ചാനൽസിലൊക്കെ വേറെ ചെയ്തിട്ടുണ്ടോ ഈ പെർഫോമൻസ്? ചാനൽസിൽ ഇല്ല, ഇത് ഫസ്റ്റ് സ്റ്റേജ്. ഓ, ചാനൽ ഇതാണ് ഫസ്റ്റ്. നമുക്ക് അമൃത ടിവിക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു കണ്ടന്റ് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു. അല്ലാതെ 54ഓളം വേദികളിൽ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ വേദികളിൽ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെ ഒക്കെ വേദിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അധികം ആരും പരീക്ഷിക്കാത്ത ഒരു മേഖല തന്നെയാണ് വരനടനം. നമുക്ക് എന്തായാലും അത് കണ്ടു കളയാം, കാരണം അത് കണ്ടാലാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഞങ്ങൾക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣಯ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರ ಕರ ಪಿರಾಗ ಧರ ಸುಂದರ
ಸುಂದರತರ ವಿರಾಗ ಧರ ಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ ಸುಂದರತರ ವಿರಾಗಧರ ಸುಂದರತರ ವಿರಾಗ ಧರ ಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ जातमवदनं गङ्गाचन्द्रसमागमतीर्थं प्रणवं नादमयुणरुं तुडियो वेदकलामृतपुण्यं सद्यो जातमवदनं गङ्गाचन्द्रसमागमतीर्थं प्रणवं नादमयुणरुं तुडियो वेदकलामृतपुण्यं प्रकृतियुं निन्निൽ विकृतियुं निन्निൽ स्वरങ്ങളിലായി ലയങ്ങളിലായി ശക്തി സ്വരൂപം ഓം ശിവോഹം ശ്രീ शिवोऽहं ॐ शिवोऽहं रुद्रं श्रीकरम् ವಸಿಮರುದ್ರಾಕ್ಷವು ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ ಕೊರಳಲಿ ವಸಿಮರುದ್ರಾಕ್ಷವು ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ